ഈ ജനറൽ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം ഈ ഓഡിറ്റോറിയത്തിനകത്തും ലൈവിലൂടെയുമൊക്കെ ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം ഈ പ്രാരംഭ നിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും കർത്താവ് എനിക്ക് നൽകിയ നല്ല സാവകാശത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസൻ തമ്പിച്ചായൻ മറിയാമ്മേൻ്റെ എന്നെ ദൈവവചനം പഠിപ്പിക്കുകയും സഭാ ശുശ്രൂഷയിൽ എന്നെ പ്രാർത്ഥിച്ച് നിയോഗിക്കുകയും ചെയ്ത ഞാൻ വളരെ ഗുരുതുല്യം സ്നേഹിക്കുന്ന ടി എം ഗുരുവുള്ള പാസ്റ്റർ, അധ്യക്ഷനായിരുന്ന കർത്താവിൻ്റെ പുത്യൻ, എല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ ആലപിപ്പാൻ വർഷിപ്പ് ചെയ്യുവാനൊക്കെ കർത്തവ്യന്മാരെയും ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഏകദേശം 2 വർഷത്തോളം ആയി ഓഡിയൻസ് മുമ്പിലില്ലാതെ ക്യാമറയുടെ മുമ്പിൽ മാത്രം നോക്കി പ്രസംഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങൾ. 2 വർഷം കഴിഞ്ഞു. ഒരു മുറിക്കകത്തും ഒരു സ്റ്റുഡിയോയുടെ അകത്തും മുമ്പിലിരിക്കുന്ന ഒരൊറ്റ ക്യാമറയും നോക്കി ഒരു ഓഡിയൻസും ഇല്ലാതെ ഒരു പ്രതികരണവും ഇല്ലാതെ പ്രസംഗം ആരംഭിച്ചിട്ട് 2 വർഷമേറെയായി. ആയതുകൊണ്ട് ഓഡിയൻസ് ഇല്ലാതെയും ക്യാമറ മാത്രം മുന്നിലുള്ളപ്പോഴും പ്രസംഗം എങ്ങനെയാണ് എന്നുള്ള ഒരു പരിശീലനം കൂടി ദൈവം നൽകി തന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലഭിച്ച സമയത്തിനകത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ഒരു കൊച്ചു വചനം വേഗത്തിൽ വായിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ കൂടെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വേദവാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. വായിച്ചാട്ടെ. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. മതി. ഇതിന്റെ 1-ാം അധ്യായം മുതൽ 24-ാം വാക്യം വരെയാണ് നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയുള്ള ആധാരമായി എടുത്തിരിക്കുന്ന വാക്യം. എന്നാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദവാക്യം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി വിശാലമായി പറയാതെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 14 ലേഖനങ്ങളിൽ 3 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, 1 തിമോഥെയോസിന്റെ ലേഖനം, 2 തിമോഥെയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനം. ഇത് പാസ്റ്റേഴ്സ് ലേഖനമാണ്, ഇടയ ലേഖനത്തിൽപ്പെട്ടതാണ്. നമുക്കറിയാം ഒരു അഭിഷിക്തൻ എങ്ങനെയായിരിക്കണമെന്നും ഒരു ദൈവദാസൻ തൻ്റെ കുടുംബം, തൻ്റെ ശുശ്രൂഷ, തൻ്റെ ദൈവം ഭരമേൽപ്പിച്ച എല്ലാം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് തിമോഥെയോസ് 1-ലും 2-ലും തീത്തോസിലും വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദവചനം. എന്നാൽ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യത്തിനകത്ത് പ്രധാനപ്പെട്ട 7 ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ചാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. പ്രധാനപ്പെട്ട 7 പ്രധാനപ്പെട്ട വിളികൾ എന്താണ്? എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച പ്രധാനമായ വിളിയുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 7 വിളികൾ എന്താണ് പൗലോസ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ ദാസൻ തിമോഥെയോസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് അവൻ ഈ വചനത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അപമര്യാദയായി തീരുമല്ലോ. അതുകൊണ്ട് ആരാണ് തിമോഥെയോസ്? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? തിമോഥെയോസിനെ കുറിച്ച്
വിശുദ്ധ സ്ത്രീയായ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ മകനാണ് തിമോത്തിയോസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ യവനായ സമുദായത്തിൽപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ, പ്രാർത്ഥിക്കുന്ന ഒരമ്മയും പ്രാർത്ഥിക്കുന്ന ഒരു വലിയമ്മയും ആമേൻ തൻ്റെ കൂടാരത്തിനകത്തുണ്ട്. യവനായ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്ന പൗലോസിന് ഒരിക്കലും കൈകൊടുക്കാൻ, കൈകോർക്കാൻ, തോളെ കൈയിടാൻ ഒരിക്കലും കഴിയാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്ന് വെച്ചാൽ യവനായ സമുദായവും യഹൂദ പശ്ചാത്തലവും തമ്മിൽ ഒരിക്കലും രമ്യപ്പെട്ടു പോവില്ല, ഒരുമിച്ചും പോകാത്ത ഒരു കൂട്ടരാണ്. എങ്കിലും പൗലോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുശ്രൂഷയിൽ ഇറങ്ങി തിരിച്ച ആ യവനക്കാരനായ എഫെസോസിലെ അവൻ ധീര പടയാളിയായ ആ തിമോത്തിയോസിനെ അവൻ ലേഖനങ്ങളിലൊക്കെ വിളിക്കുന്ന ചില പേരുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തിമോത്തിയോസിനെ വിളിക്കുന്ന ഒരു പേരുകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പേരാണ് എൻ്റെ മകൻ എന്ന പേര്. മറ്റൊരു വാക്യത്തിൽ തിമോത്തിയോസ് ആമേൻ അല്ലെങ്കിൽ തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുന്നത് നീച്ചപുത്രനായ തിമോത്തിയോസ്. മറ്റൊരു വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ പരിചയപ്പെടുത്തുന്നത് സഹ ശുശ്രൂഷകൻ, കൂട്ടുവേലക്കാരൻ. അവൻ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അവൻ യഹൂദ പശ്ചാത്തലത്തിന്റെ കിടപിടിക്കാൻ കഴിയുന്ന യാതൊരു മഹത്വവുമില്ലാത്ത തിമോത്തിയോസിനെ ഇത്രയും വലിയൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ, കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന്റെ ലേഖനത്തിൽ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അധികം എനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. നമ്പർ 1. നമ്പർ 2 ഇങ്ങനെ പറയുന്നു, 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ മുടിപ്പിച്ചവൻ. ഇതെല്ലാം ക്വാളിറ്റി പറഞ്ഞിട്ട് ഇത്രയും വലിയ പദവികളുള്ള ഇത്രയും വലിയൊരു മനുഷ്യൻ 30-ാമത്തെ വയസ്സിൽ സന്നിധി സംഘത്തിൽ അംഗത്വം ഏറ്റെടുത്ത് അധികാരം പ്രയോഗിച്ച ആ മനുഷ്യൻ, അവൻ ഒരു സാധാരണ അവൻ തൻ്റെ നിലയിൽ നിർത്താൻ കഴിയാത്ത ഒരു മനുഷ്യനെ പറയുന്നു, അവൻ കൂട്ടുവേലക്കാരനാണ്, സഹബുദ്ധിയനാണ്. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭത്തിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ചു വരുന്നവൻ ഏത് കുലത്തിലാണെന്ന് നോക്കിയല്ല തോളെ കൈയിടുന്നത്, അവൻ ഏത് കൂട്ടത്തിലുള്ളവനെന്നോ, അവന്റെ നിറം എന്താണെന്നോ, അവന്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്നോ, അവൻ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നവനാണ് എന്ന് കരുതിയല്ല പൗലോസ് തോളിൽ കൈയിടുന്നത്. ദൈവകൃപ ജ്വലിക്കുന്നു എന്ന് കണ്ടാൽ, ദൈവ സാന്നിധ്യം അവന്റെ മേൽ ഉണ്ടെന്ന് കണ്ടാൽ, അവൻ ക്രിസ്തുവിൽ ഭക്തനാണെന്ന് കണ്ടാൽ, അവന്റെ തോളെ കൈയിടാൻ മടി കാണിക്കാത്ത ഒരു അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമുയർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ വർണ്ണത്തിന്റെയും നിറത്തിന്റെയും അവൻ സ്തോത്ര വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ പേരിൽ പലരെയും മാറ്റി നിർത്തുമ്പോൾ ഇല്ല, അവൻ പട്ടികകൾ നിരത്തി ആ പട്ടികയുടെ ഏറ്റവും മണ്ഡലത്തിൽ പലരെയും അവൻ മുന്നിൽ കൊണ്ടുവരുമ്പോൾ പൗലോസ് കാണിച്ച ഈ മാതൃകയുണ്ടല്ലോ, അഭിഷിക്തന്മാരായ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠ മാതൃകയാണ് യവനായ സമുദായത്തിലെ തിമോത്തിയോസിനെ തോളിൽ കൈയിട്ട് സഹഭൃത്യൻ, കൂട്ടുവേലക്കാരൻ എന്ന് വിളിക്കാൻ കാണിച്ച തന്റെ ഇടത്തിന് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. ഈ ദൂത് പറയുമ്പോൾ അവൻ ഞങ്ങളുടെ ഈ അനുഭവത്തിൽ 1-2 കാര്യങ്ങൾ പറയുന്നത് സന്തോഷമായിരിക്കും. ആമേൻ സ്തോത്രം. 9-ാമത്തെ വയസ്സ് മുതൽ ആമേൻ സ്തോത്രം ഒരു മുക്കുവനായി അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിച്ച് അവൻ വേണ്ടത്ര വിദ്യാഭ്യാസമോ വേണ്ടത്തതായ അവൻ വചന പരിജ്ഞാനമോ അവൻ ആളുകളോട് സംസാരിക്കേണ്ട രീതികളോ എന്തെന്നറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവത്തെ ഉയർത്താൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നത്. അവൻ ദൈവപുത്രന്മാരോട് എന്നെ കേൾക്കുന്നവരുടെ ദൂത് പറയാ, നിന്നെ തഴയുന്നവർ കണ്ടേക്കാ, നിന്നെ ഉപേക്ഷിക്കുന്നവർ കണ്ടേക്കാ, എന്നാൽ നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ ആഴ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ മാറ്റി നിർത്തിയവർ പോലും ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ ആരംഭമായി ദൂത് പറയുന്നു. ഞാൻ ആ ദൂതിലേക്ക് വേഗത്തിൽ കടന്നു വരാൻ കേട്ടോ. തിമോത്തിയോസ്
തിമോത്തിയോസ് ആരാന്നുകൂടി പറയാം. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന അവൻ ആ ശക്തനായ മനുഷ്യന്റെ അവസാനത്തെ നിമിഷം പൗലോസ് കാണാൻ ആഗ്രഹിച്ച ഒരേ ഒരാളുണ്ടെങ്കിൽ അത് തിമോത്തിയോസ് ആണ്. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എൻ്റെ മകനെ തിമോത്തിയോസേ, ആമേൻ, ഈ ശീതകാലം കഴിയുന്നതിന് മുൻപേ നീ വരാൻ ആഗ്രഹിക്കണം. വരുമ്പോൾ ആമൻ എൻ്റെ ചർമ്മലിഖിതവും ആ പുതപ്പും കൂടി ഒന്ന് കൊണ്ടുവരണം. എന്നെ ഏറെ സന്തോഷിപ്പിച്ചൊരു വാക്കാണ്. പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇടുങ്ങിയ തണുപ്പുറച്ചു നിൽക്കുന്ന അവൻ അസ്ഥി പോലും മരവിച്ച് ബന്ധം വിട്ടു പോകുന്ന ആ റോമൻ കാരാഗ്രഹത്തിനകത്ത് സൂലിച്ച ശരീരവുമായി അവൻ ബലഹീനനായി കിടക്കുമ്പോൾ പൗലോസിന് ആവശ്യമായത് ഒരു ആഹാരമല്ല, തനിക്ക് വേണ്ടത് ഒരു പുതപ്പും ഒരു ചർമ്മലിഖിതവും. എന്തിനാണെന്നറിയാമോ? കഠിന വേദനയുടെ നടുവിലും കഠിന ശോധനയുടെ നടുവിലോ തന്റെ പുറകിൽ 1000 ദൈവമക്കൾ അവൻ ദൈവത്തിന് വേണ്ടി അരരാടുവാൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ കാരാഗ്രഹത്തിനകത്തുനിന്ന് ഞാൻ തൂലിക ചലിപ്പിച്ച് എഴുതുന്ന ഓരോ വാക്കുകളോ അടുത്ത ദിവസം വരുന്ന ദൈവജനത്തിന് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന്, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കാൻ അവര് പടയാളിയായി തീരേണ്ടതിന് പൗലോസ് ആഗ്രഹിച്ചത് ഒരു ചർമ്മ ലിഖിതവും ഒരു പുതപ്പും മാത്രമാണ്. കിട്ടിയോ? കിട്ടി. എപ്പോഴാന്നറിയണ്ടേ? പൗലോസിന്റെ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ തന്റെ ശ്രേഷ്ഠ ഗുരുവായ ആമൻ പൗലോസ് അറിയിച്ചതുപോലെ ഒരു കൈയിൽ പുതപ്പും മറ്റേ കൈയിൽ ചർമ്മലിഖിതവും കൊണ്ട് ആ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ ഇതാ യൗവനക്കാരനായ തിമോത്തിയോസ് വരുന്നു. വന്നിട്ട് വാതിക്കൽ നിൽക്കുന്ന പാറാവുകാരനോട് താൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു, സാർ, ആമേൻ, അകത്തെ തടവിൽ കിടക്കുന്ന പൗലോസ് എന്ന മനുഷ്യനെ എനിക്ക് കാണണം. ഈ കയ്യിലിരിക്കുന്ന ചർമ്മലിഖിതവും പുതപ്പും എനിക്ക് ആ മനുഷ്യന്റെ മേൽ കൈമാറണം. ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ അപ്പാറാവുകാരൻ തിമോത്തിയോസ് എന്ന യൗവനക്കാരനോട് പറയുന്നു, അല്ലയോ ചെറുപ്പക്കാരാ, നീ ആഗ്രഹിച്ച് കാണാൻ വന്ന ആ മനുഷ്യനെ നിനക്ക് കാണാൻ കഴിയില്ല. എന്നാന്നറിയാമോ? നീ ആഗ്രഹിച്ച് കാണാൻ വന്ന ആ മനുഷ്യനെ ഉണ്ടല്ലോ, ഇന്നലെ അവൻ വൈകിട്ട് അവൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇവിടത്തെ പൊതു മാർക്കറ്റിൽ വെച്ച് ഒരു കല്ലിൽ കൈകൾ രണ്ടും പുറകോട്ട് ബന്ധിച്ച് അവൻ തല ആ കല്ലിലേക്ക് കുനിച്ചു വെച്ച് ആമൻ ആമൻ ആരാച്ചാര് മിന്നിത്തിളങ്ങുന്ന വാളുകൊണ്ട് തന്റെ കഴുത്തറുത്തു മാറ്റി ആമൻ ശിരസ് ഈ താഴ്വരയിൽ ഉരുണ്ടു മാറി. ഇത് കേട്ട തിമോത്തിയോസ് അവൻ അകം തട്ടി വിറച്ച് അവൻ കൈകൾ ഉയർത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ ഗുരുവായ പൗലോസേ എന്ന് വിളിച്ചു വാവിട്ട് കരയാൻ തുടങ്ങി. അവസാന നിമിഷം കാണാൻ കഴിയാതെ പോയ അവൻ ഒരു അരിമ ശിഷ്യനാണ് ഈ തിമോത്തിയോസ് എന്ന് പറയുന്നത്. ആഴമായ ബന്ധം പൗലോസിന് തിമോത്തിയോസിനോടുണ്ട്. തിമോത്തിയോസ് വീഴരുത്, തിമോത്തിയോസ് ഒരിക്കലും പതറരുത് എന്നാഗ്രഹിച്ച ഒരു ദൈവ മനുഷ്യൻ കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടുക. പലതിനകത്തുനിന്നും വിട്ടോടി പലതിനകത്തും അവൻ ഉറച്ചു നിൽക്കാൻ പൗലോസ് ലേഖനം എഴുതുന്നു. അതിനകത്ത് എഴുതിയ പ്രധാനപ്പെട്ട ലേഖനമാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം. 2-ാം ലേഖനത്തിന്റെ 1 മുതൽ 24 വരെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കോളിംഗിന്റെ 7 വിളികൾ ഇതിനകത്തുണ്ട്. എന്താണ് വിളി? എന്നെ ആമൻ ശുശ്രൂഷയിൽ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, പാസ്റ്റർ എവിടെയാണ് ശുശ്രൂഷിക്കുന്നത്? ഞാൻ ഫോട്ടോ വെച്ചിയിലാണ്. എത്ര നാളായി? ഞാൻ പറഞ്ഞു 97 മുതൽ അവിടെയാണ്. എത്ര പേർ സ്നാനപ്പെട്ടു? കൃപയാൽ താഴ്മയോടെ പറയട്ടെ, 3850-ലധികം ആളുകളെ 97 മുതൽ 2022 വരെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അക്ഷരം അറിയാത്ത, വായിക്കാൻ അറിയാത്ത, കൂട്ടി വായിക്കാൻ അറിയാത്ത, BIJ എന്ന സ്വന്തം പേര് അവൻ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത എനിക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ദൂത പറയാനുള്ളൂ, എന്നെയും നിങ്ങളുടെ വിളി ഇന്ന് പക തിരിച്ചറിഞ്ഞാൽ ഒരസാധാരണ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. ഈ പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്റെ വിളി എന്തെന്ന് നീ മനസ്സിലാക്കിയാൽ, നിന്റെ വിളിയുടെ ശ്രേഷ്ഠത എന്തെന്ന് നീ മനസ്സിലാക്കിയാൽ ഇരുന്നിടത്തിരിക്കത്തില്ല, ചെയ്തതുപോലെ ചെയ്യത്തില്ല. ഒരസാധാരണ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും.
ശബന റബസിക്കനാഥന അമന വർഷിപ്പിൽ ഇവിടെ നിന്ന് ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന മോൻ, പ്രൈസ് ദി ലോർഡ് മോനെ, സ്തോത്രം. കുഞ്ഞ നിന്നോട് വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവിന്റെ ആത്മാവ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മുതൽ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ ഒരു ദൂതന്റെ മേൽ കൈമാറി. അവൻ ഈ സ്റ്റേജിൽ നിന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് നീ കുറിച്ചു വെച്ചോ. അതിശക്തമായ ഒരു ശുശ്രൂഷയുടെ അഗ്നി നാവാക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരു പ്രവചന ശബ്ദം നിന്റെ നാവിൽ. നീ ആരാണ്, എന്താണ്, ഏതാ, ഇതൊന്നും എനിക്കറിയത്തില്ല കുഞ്ഞെ. നിന്റെ മേൽ ഒരു വലിയ നിയോഗം ഈ പകൽ എന്റെ ദൈവം ഇടുന്നു എന്ന് ആത്മാവിൽ ഞാൻ ദൂത പറയുന്നു. എന്നെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവി പ്രവചന ദൂത പറയുന്നു. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ മേലുള്ള വിളിയുടെ മഹത്വം ഈ പക തിരിച്ചറിയോ. അത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിളി നോക്കുക. നമ്മുടെ വിളി മനസ്സിലാക്കിയാൽ നമ്മുടെ ശുശ്രൂഷയുടെ ആഴം മാറും. സ്തോത്രം. ഇത് പറയുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ആമേൻ. ഭാരതത്തിൽ ക്രിസ്തീയ സമൂഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ എങ്ങനെയും കൊണ്ട് പിടിച്ചു കെട്ടിയാൽ കൊള്ളാം. ഇതിന്റെ വളർച്ച ശക്തമാണ്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇതിനെ എവിടെയെങ്കിലും ഒന്ന് തളക്കണമല്ലോ എന്ന് കരുതി ആധികാരികമായി പഠനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഒരല്പസമയം വെയിറ്റ് ചെയ്യ്, ഞാനിതൊന്ന് പഠിക്കട്ടെ. വേദപുസ്തകം കയ്യിലെടുത്ത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ക്രിസ്തീയ സഭയുടെ ആരംഭം, അത് ആരംഭിക്കാനുണ്ടായ കാരണം, അതിന് അനുഭവിച്ചതായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിയിൽ അതിജീവിച്ച ദൈവസഭ, ഇതെല്ലാം പഠിച്ചിട്ട് ആ മനുഷ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിതാണ്, ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അത് ഉറങ്ങുന്ന സിംഹമാണ്. ദൂത മനസ്സിലായോ? അവരെ ഉണർത്തരുത്. ഉണർത്തിയാൽ ഗർജിക്കും. അത് ഗർജിക്കാൻ തുടങ്ങിയാൽ പലതും മാളത്തിനകത്ത് ഒളിക്കും എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവ് ഞാൻ ദൂത പറയാ, നീ സാധാരണ മനുഷ്യനല്ല. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന അഭിഷിക്തനെ, ആരാധിക്കുന്ന ദൈവദാസിയെ, ആരാധിക്കുന്ന ദൈവവൈതലെ, നീ സാധാരണ ഒരു മനുഷ്യനല്ല. നിന്റെ മേൽ ഒരു സ്പെഷ്യൽ കോളിംഗ് ദൈവം ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ജീസസ്. 12 വയസ്സ് പ്രായമുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകത്തെ കിടുകിട വിറപ്പിച്ച മനുഷ്യൻ 12 വയസ്സുള്ള ബാലകനായി കൊട്ടാരത്തിന്റെ പുറത്ത് തെരുവ് കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മട്ടുപ്പാവിലിരിക്കുന്ന ഫിലിപ്പ് രാജാവ് ഒരു കാഴ്ച കണ്ടു. തന്റെ കുഞ്ഞ് തെരുവിലെ കുഞ്ഞുങ്ങളുമായി കളിക്കുന്നു. താൻ വിളിച്ചിട്ട് ചോദിച്ചു, അലക്സാണ്ടർ, 2 ചോദ്യം ഞാൻ ചോദിക്കും, ആൻസർ തരിക, പൊക്കൊള്ളുക. ഒന്നാമത്തെ ചോദ്യം, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? പൊക്കോളാൻ പറഞ്ഞു. അലക്സാണ്ടർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ഫിലിപ്പിയാർ ചോദിച്ചു, എന്താ പോകാത്ത? ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. 32-33 വയസ്സിനകത്ത് അലയടിക്കുന്ന മഹാസമുദ്രത്തെ വിരൽ ചൂണ്ടിയിട്ട് ശംഖ് വിരിച്ച് ആ മനുഷ്യൻ പറയുന്നു, നീ ഒരു തരി മണലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, അലക്സാണ്ടർ, എന്താ ഇത്രയ്ക്ക് ധൈര്യം? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ശക്തന്മാരായ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഞാൻ സാധാരണക്കാരനല്ല, എന്റെ വിളി ചെറുതല്ല. ഹല്ലേലൂയ. പൗലോസ് എഴുതിയ മറ്റൊരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യ ലേഖനം 1-ാമത്തെ ലേഖനത്തിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതിതാണ്, 1 കൊരിന്ത്യ ലേഖനം 1:26 വായിക്കണമെന്നില്ല, സമയം ചുരുക്കമേ ഉള്ളൂ. സഹോദരന്മാർ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്നൊരു വാക്യമുണ്ട്. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായം വരെ പൗലോസ് ആ സഭയെ കുറിച്ച് കേട്ടതിന്റെ വെളിച്ചത്തിൽ ലേഖനം എഴുതിയതാണ്. ഒന്നുകൂടി പറയാം. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 7-ാം അധ്യായം വരെ സഭയെ കുറിച്ച് കേട്ടതിന്റെ വെളിച്ചത്തിൽ പൗലോസ് ലേഖനം എഴുതി.
7-ാം അധ്യായം തുടങ്ങി അവർ എഴുതി ചോദിച്ചതിന്റെ മറുപടിയായിട്ട് പൗലോസ് ലേഖനം എഴുതി. 1-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായം വരെ പൗലോസ് കേട്ടതിന്റെ വെളിച്ചത്തിൽ എന്താ എഴുതിയത്? കേട്ടത് കേൾക്കണോ? നല്ലതാ കേട്ടത്, മോശമല്ല കേട്ടെ. പൗലോസ് ആദ്യം കേട്ടത് 1:9 ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. 2 പൗലോസ് കേട്ടത് ആ സഭയുടെ കെട്ടുറപ്പാണ്. പക്ഷെ താഴത്തോട്ട് വരുമ്പോഴേ കേൾക്കാൻ പാടില്ലാത്ത പലതും പൗലോസ് കേട്ടു. ആ സഭയിലെ കക്ഷിത്വം, സഭയിലെ വിഭിന്ന ചിന്തകൾ, സഭയിലെ ഗ്രൂപ്പുകളി, ഇതെല്ലാം കഴിഞ്ഞിട്ട് സഭയെ എടുത്തിട്ട് വ്യക്തിപരമായി വരെ ചൂണ്ടിയിട്ട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ ഇന്നതുപോലെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പൗലോസ് കൃപാവരത്തിൽ കത്തി നിൽക്കുന്ന സഭയെ നോക്കി ഒരു വിളി വിളിച്ചു. എന്നാന്നറിയോ? എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന പോലെ ഇടപെടാനില്ല, എനിക്ക് നിങ്ങളോട് ജഡീകന്മാരോടെന്ന പോലെ എനിക്ക് ഇടപെടാനുള്ളൂ. അവൻ 3-ാം വാക്യത്തിൽ 3:3 പൗലോസ് നിങ്ങൾ ജഡീകന്മാരല്ലോ. അത്ഭുതപ്പെടുത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരൊറ്റ ദൂത പറയാ, അവൻ കൃപാവരത്തിന്റെ ശ്രേഷ്ഠത നോക്കി ആത്മീകന്റെ മാർക്കിടരുത് കേട്ടോ. അവൻ ഞാൻ പേര് വിളിച്ചു ദൂത പറഞ്ഞാലോ, അത്ഭുതങ്ങൾ ചെയ്താലോ, ഞാൻ അവൻ മലയെ നീക്കുന്ന വലിയ അത്ഭുത ശുശ്രൂഷ ചെയ്താലോ എന്നുമേൽ വ്യാപരിക്കുന്ന കൃപാവരം കണ്ട് നിങ്ങൾ നീ ആത്മീകരെന്ന് മുദ്ര കുത്തരുത്. എനിക്ക് ദൈവം കൃപാവരം തന്നതോ എനിക്ക് വേണ്ടിയല്ല, എനിക്ക് ദൈവം പ്രവചനം തന്നതോ എനിക്ക് വേണ്ടിയല്ല, എനിക്ക് ദൈവം വെളിപ്പാട് തന്നതോ എനിക്ക് വേണ്ടിയല്ല. ഈ കൊച്ചനോട് ഇന്ന് ഞാൻ ഈ പ്രവചന ദൂത പറഞ്ഞത് കുഞ്ഞെ എനിക്ക് വേണ്ടിയല്ല, എന്നെ ദൈവം പ്രവചനം ഏൽപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം ഒരു വെളിപ്പാട് തന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ കൃപാവരം ഉപയോഗിക്കുന്നവൻ തന്നെത്താൻ പണിയപ്പെടുന്നില്ലെങ്കിൽ അവൻ ജഡീകനായി മാറുക. കൃപാവര ശുശ്രൂഷകൾ കൈമാറ്റം ചെയ്യുന്നവൻ തന്നെത്താൻ പണിയുന്നില്ലെങ്കിൽ അവൻ ജഡീകനായി മാറുക. ഈ കാലം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നാൽ ഒറ്റ ദൂത പറയുന്നു, എത്ര കൃപാവരം ഉപയോഗിച്ചാലും കുഞ്ഞെ നീ നിന്നെ പണിയുന്നില്ലെങ്കിൽ നീ വേസ്റ്റ് ആണ്, ശുശ്രൂഷക്ക് കൊള്ളാത്തവനാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. പൗലോസ് പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, കൃപാവരം തകർത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചർച്ചിൽ ഒരുത്തം വന്നാൽ അവന്റെ പേരും അഡ്രസ്സും ഒക്കെ നിങ്ങൾ വിളിച്ചു പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയുക, നിങ്ങളെ ആത്മീകനെന്ന് ഞാൻ വിളിക്കില്ല, നിങ്ങൾ ജഡീകന്മാരാണ്. പൗലോസ് ഫോട്ടോ വച്ച് വന്നാണ് പ്രസംഗിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി എന്നെ ജഡീക എന്ന് വിളിച്ചിരുന്നെങ്കിൽ പൗലോസ് ഫോട്ടോ വെച്ച് വിട്ടു പോകത്തില്ല. പോവോ? കാരണം ഞാൻ വലിയ ആത്മീകയുടെ പടച്ചട്ടൊക്കെ ഇട്ട് പ്രവചനത്തിന്റെ കൃപാവരത്തിന്റെ അങ്ങ് തട്ടി നിൽക്കുമ്പോ എന്നെ നോക്കി ഒരുത്തൻ ജഡീകനെന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. പക്ഷെ കൊരിന്ത്യ സഭയെ പൗലോസ് കറക്റ്റ് ചെയ്തത് എവിടെയാണെന്നറിയാമോ? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്ക്. നിങ്ങൾ ജഡീകന്മാരാകുന്നത്, നിങ്ങൾ പലതിലും വീണു പോകുന്നതിന്റെ കാര്യം നിങ്ങളുടെ വിളി എന്തെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഈ മീറ്റിംഗിന്റെ ഒടുവിലത്തെ ദിവസം ആത്മാവ് ഞാൻ ദൂത പറയുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, ഈ ഓഡിറ്റോറിയത്തിലുള്ളവരോട് പറയുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു അസാധാരണ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നാം എഴുന്നേറ്റേ പറ്റൂ. നാം ഇന്ന് വക തയ്യാറായേ പറ്റൂ. ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പൗലോസിന്റെ 7 പ്രധാനപ്പെട്ട വിളികളിൽ ഒന്നാമത്തെ വിളി, എൻ്റെ മകനെ. എന്നെ തിയോളജി പഠിപ്പിച്ച, ദൈവജനം പഠിപ്പിച്ച അഭിഷിക്തൻ ഇവിടെയുണ്ട്. എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് പറയാം, ആ വാക്ക് തിയോളജി പരമായി എടുക്കരുത്. നമ്മളോട് ആത്മീക ദൂതായിട്ട് എടുത്താൽ മതി. പൗലോസ് മകൻ എന്ന് വിളിക്കുന്ന തിമോത്തിയോസിനെ നിജപുത്രൻ എന്തായിട്ട് തന്നെയാ. പക്ഷെ അത് കോമണായി തിരുവചന അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിൽ എടുക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത പുത്രത്വത്തിന്റെ വിളിയല്ലേ? നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാമോ? എന്റെയും നിങ്ങളെയും വിളിച്ച വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത
എന്റെ മകനെ. പൗലോസ് തിമോഥെയോസിനെയാണ് മകനെ എന്ന് അഭിസംബോധന ചെയ്തതെങ്കിൽ നമ്മുടെ വിളിയും മകനായിട്ടല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ എന്നെ വിളിച്ച വിളിയുടെ പ്രത്യേകത എന്നാ? മകനായിട്ടാ. നമ്മുടെ സമ്മതം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന രണ്ട് കാര്യം, ഒന്ന് ജനനവും മറ്റൊന്ന് മരണവുമാണ്. നമ്മുടെ സമ്മതം വേണ്ട. പക്ഷെ നമ്മൾ ജനിച്ചപ്പോൾ ദൈവം നമ്മോട് ചോദിച്ചില്ല എവിടെ ജനിക്കണം, ഏത് വീട്ടിൽ ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം എന്ന് ദൈവം ചോദിച്ചില്ല. അങ്ങനെ വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ എന്നോടാണെങ്കിൽ ഞാൻ പറയാന് അംബാനിയുടെ മകനായാൽ മതി, യൂസഫലിയുടെ മകനായി ജനിച്ചാൽ മതി. പക്ഷെ ഒന്നാമത്തെ ജനനത്തിങ്കൽ ദൈവം എനിക്കൊരു ഓപ്ഷൻ തന്നില്ല. പക്ഷെ കൃപയാൽ നല്ല മാതാപിതാക്കൾക്ക് ജനിപ്പാൻ ദൈവം കൃപ ചെയ്തു. അവരെ ഓർത്തു ദൈവത്തിന് നല്ലവണ്ണമെന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അങ്ങനെ ദൈവം ചെയ്തു. പക്ഷെ രണ്ടാമതൊരു ജനനം ദൈവം നമുക്ക് തന്നു. അത് നിക്കോദിമോസോട് പറയുന്ന പോലെ, യോഹന്നാൻ 3 പറയുന്ന പോലെ വീണ്ടും ജനനം. ആമേൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന ആമൻ ബീജത്താൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു. ആ വീണ്ടും ജനിപ്പിച്ചപ്പോൾ പരസ്യമായി നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് ഒരു മുട്ട്, ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇതാ 2 പിതാക്കന്മാർ നിന്റെ മുമ്പിൽ നിൽക്കുന്നു, ഇതിൽ ഏത് പിതാവിനെ വേണോ? പരസ്യമായി നാം കരമുയർത്തി പറഞ്ഞു, സ്വർഗീയ പിതാവിനെ എനിക്കപ്പനായിട്ട് വേണോ. അന്ന് മുതൽ എനിക്കും നിങ്ങൾക്കും വീണ ഒരു പദവിയുണ്ട്. ആ പദവി എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ പിതാവിന്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ വിളിയുടെ പ്രത്യേകത ഒന്നാമത്തത് മകനാണ്. ഞാൻ ഒരിക്കൽ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്ന സന്തോഷം ഞാൻ പറയാം. യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്ന ഒരു പടയാളിയില്ലേ, യേശുവിന്റെ വിലപ്പുറത്ത് മാഞ്ഞു നോക്കി കുത്തിയ ആ പടയാളിയില്ലേ, ആ പടയാളിയുടെ മകൻ വന്നിട്ട് യേശുപ്പച്ചനോട് പറയുന്നു, അല്ലയോ യേശു കർത്താവേ, എനിക്ക് അങ്ങയുടെ പുത്രത്വം വേണം എന്ന് പറഞ്ഞാൽ യേശു ഒരിക്കലും പറയില്ല, നിന്റെ പിതാവാണ് എൻ്റെ മാർവിടം കുത്തി തുറന്നത്, നിനക്ക് ഞാൻ പുത്രത്വം നിരസിക്കുന്നു എന്നവൻ പറയില്ല. മാർവിടം കുത്തി തുറന്ന ആ കള്ളമേൻ, അവൻ സ്തോത്രം, ആ ശതാധിപന്റെ ആ റോമൻ പടയാളിയുടെ മകനും പുത്രത്വം കൊടുക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ലൈവിൽ ആദ്യമായിട്ടാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സ്വർഗീയ പിതാവിന് പുത്രത്വം കൈവരിക്കാൻ ദൈവ പൈതലേ, 1 രൂപ നീ മുടക്കണ്ട, 5 പൈസ നീ കൊടുക്കണ്ട. ഇരിക്കുന്നിടത്തിരുന്ന് കരമുയർത്തിക്കൊണ്ട് യേശുവേ അങ്ങന്റെ പിതാവ്, അങ്ങന്റെ ദൈവ എന്നൊരു വാക്ക് പറയാമെങ്കിൽ പുത്രത്വം കൈമാറുന്ന ഒരു പ്രഭാതമാക്കി ദൈവം നിന്നെ മാറ്റും. ശബന സന്തൽക്കരാധന. തിരിച്ചു വരാൻ കേട്ടോ. പുത്രത്വത്തിന്റെ വിളി, എന്നെ വിളിച്ചത് മകനായിട്ടാണ്. ഈ വേദപുസ്തകം പഠിച്ചു വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, പഴയ നിയമത്തിനകത്ത് പുത്രത്വമുണ്ടോ? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പുസ്തകം വരെ പഠിക്കുമ്പോൾ പുത്രത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എവിടെയാ പുത്രത്വമുള്ളേ? എവിടെയാ പുത്രത്വമുള്ളേ? പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴാണ് പുത്രത്വം. എന്നാൽ ഇതിനെ കണ്ണിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം, പഴയ നിയമത്തിൽ 2 പുത്രത്വം യേശു പറഞ്ഞിട്ടുള്ളൂ, ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് ദൈവം പറഞ്ഞു, ശലോമോനെ, ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് മകനുമായിരിക്കും. അത് നമ്മൾക്ക് വേണമെങ്കിൽ പുത്രത്വത്തിൽ കൂട്ടാം. രണ്ടാമത് ഒരൊറ്റ സ്ഥലത്തെ പുത്രത്വമുള്ളൂ. ലൂക്കോസ് 3 അവസാനം വായിക്കണ്ട. ലൂക്കോസ് 3 അവസാനം വരുമ്പോൾ ജനറേഷനെ കുറിച്ച് പറയുന്നു. ആ ജനറേഷന്റെ ഒടുവിൽ വന്നു നിൽക്കുന്നത് ആദാം, ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ പുത്രത്വം നേരിട്ട് കൈമാറ്റം കിട്ടിയ ഒരൊറ്റ മനുഷ്യൻ പുസ്തകത്തിനകത്തുണ്ടെങ്കിൽ അത് ആദാമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒന്നാമത്തെ പുസ്തകത്തിൽ പുത്രത്വം കൈമാറ്റം ചെയ്ത ആദാമിൽ വ്യാപരിച്ച അതോറിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ വന്നപ്പോൾ മൃഗങ്ങളെല്ലാം മുട്ടുമടക്കാൻ തുടങ്ങി. അവൻ ഇട്ടതെല്ലാം പേരായി. അവന്റെ നാവിൽ വ്യാപരിച്ച അധികാരം ആ ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ പുത്രനിൽ വ്യാപരിച്ചത് ഒരു അസാധാരണ അധികാരം.
ആമേൻ. ഈ ദൂത് എന്നെ ദൈവം പഠിപ്പിച്ച നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി. ആമൻ, ആള് മാറാൻ തുടങ്ങി. ആരോടെങ്കിലും ചോദിക്കാൻ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പറയുക. ആമൻ, സ്തോത്രം. ഏറ്റവും ആളുകൾ രക്ഷിക്കപ്പെട്ടത് എപ്പോഴാ, ഏറ്റവും ആളുകൾ സ്നാനപ്പെട്ടത് എപ്പോഴാ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കോവിഡ് കാലത്താണ് ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെട്ടത്. കോവിഡ് കാലത്താണ് ഏറ്റവും അധികം ആളുകളെ ഞാൻ സ്നാനക്കടവിലേക്ക് ഇറക്കിയത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ദൂത് പറയുക, ഞാൻ പുത്രനാണെങ്കിൽ നിങ്ങളുടെ മേൽ പുത്രത്വത്തിന് അധികാരമുണ്ടെങ്കിൽ ആദാമിൽ വ്യാപരിച്ച അതേ അധികാരം ഈ പകൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജന കാരമാടി ചെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീസസ് ശബന സന്തൽക്കരാധന. ഒന്നാമത്തെ അധികാരം ആദാമിൽ വ്യാപരിച്ചു. ഇനി വേദപുസ്തകം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പുത്രത്വം കുഞ്ഞെ ആരാന്നറിയാമോ? അവൻ തന്റെ ഏകജാതനായ പുത്രൻ, അത് മശിഹ തമ്പുരാനാണ്. ഒന്നാമത്തെ പുത്രത്വം ആദാമിൽ വ്യാപരിച്ചു. ആദാമിൽ വ്യാപരിച്ച പുത്രത്വത്തിന്റെ മേൽ അവന്റെ മേൽ വ്യാപരിച്ച അതോറിറ്റി ഭയങ്കരമായിരുന്നു. രണ്ടാമത്തെ പുത്രത്വം ഇതാ മശിഹ തമ്പുരാനിൽ വ്യാപരിക്കുന്നു. അത് വെളിപ്പെട്ടത് എവിടെയാ? വെളിപ്പെട്ടത് യോർദാൻ നദിക്കരയിൽ. സൃഷ്ടാവാം ദൈവം സൃഷ്ടിയുടെ കയ്യിൽ സ്നാനപ്പെടാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ സ്വർഗം തുറന്നു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരൊറ്റ ദൂത് പറയാ, പുത്രത്വം ഇത് സ്നാനക്കടവിൽ സ്വർഗം ഡിക്ലെയർ ചെയ്യുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 30 തിരുവയസ്സ് വരെ ആശാരിപ്പണി ചെയ്ത് നടന്ന് അവൻ ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അപ്പനോടൊപ്പം അവൻ കാർപ്പന്ററായി ജോലി ചെയ്തിട്ടും ഒരു വീട്ടിൽ ചെന്നിട്ടും ദുർഭൂതം ഇളകിയില്ല. ഒരു വീട്ടിൽ ചെന്നിട്ടും പിശാച് അലറി വിളിച്ചില്ല എന്ന് പുത്രത്വം വെളിപ്പെട്ടോ ആ നിമിഷ ഉപവാസം കഴിഞ്ഞ് ഗദരദേശത്തേക്ക് കാല് വെക്കുമ്പോൾ പിശാച് പറയുന്നു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ഈ പകൽ ആത്മാവിധൂത പറയുന്നു, പുത്രത്വം നിന്റെ മേൽ വെളിപ്പെട്ടാൽ നീ കാല് വെക്കുന്നിടത്ത് ദുരാത്മാക്കൾ ഇളകി മാറോ. അവ പുത്രത്വം വെളിപ്പെട്ടാൽ നീ പോകുന്നിടത്ത് പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ വിട്ടുമാറോ. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. ദൈവമക്കളെ, നിങ്ങൾ വീട്ടിലിരുന്നാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്നിടത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കുക. ഒരഭിഷേക, ഒരു ദൈവ കൃപ, ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. റിബന സന്ദ രഗസിനി രഗന്ധല. ഹല്ലേലൂയ. പുത്രത്വം കൈവരിച്ചവൻ സ്പെഷ്യലാ. പുത്രത്വം കൈവരിച്ചാൽ സ്പെഷ്യലാ. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇതൊക്കെ ഒരു സാക്ഷ്യമായിട്ട് അങ്ങ് പറയുക. 10 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ ഒരു പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ചതിന് ശേഷം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരക്കരയ്ക്കൊന്നും അവനൊരു അല്പം ഉള്ളിലേക്ക് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകുക. കുറേ ദൂരം ഓടിച്ച് ഒരു വീട്ടിനകത്ത് കൊണ്ടുപോയി. അപ്പച്ചൻ്റെ മോൻ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. ആമൻ, കർത്താവിന്റെ ദൈവപ്പെട്ട ജോൺ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. വീട്ടിൽ ചെന്ന് രാത്രി 10 മണിയായി. ചെന്നപ്പോൾ ആമൻ എന്നോട് പറഞ്ഞു, മുറിയിലേക്ക് വാ. എൻ്റെ അപ്പച്ചൻ ആ മുറിയിലുണ്ട്. ആ മുറിക്കകത്ത് ചെന്നപ്പോ ആമൻ 1.6 അടി ഹൈറ്റും ആമൻ നല്ല ഇരുമ്പ് പോലത്തെ ശരീരമുള്ള ഒരപ്പച്ചനെ കട്ടിൽമേ ഇരിപ്പുണ്ട്. എന്നോട് ചോദിച്ചു, സാർ ചോദിച്ചു, എൻ്റെ അപ്പനാ എത്ര വയസ്സാന്നറിയാമോ? ഞാൻ അറിയത്തില്ല. അവൻ 102 വയസ്സായി. ഇപ്പോഴും ബൈബിൾ വായിക്കും. കണ്ണിന് ഭയങ്കര കാഴ്ചയാ. എനിക്ക് ഇഷ്ടം തോന്നി. ഇങ്ങനെയുള്ള അപ്പച്ചന്മാരെ കണ്ടാൽ വിടില്ല. ഞാൻ ചെന്ന് അടുത്തുകൂടി കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പച്ചൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എത്ര വർഷം? അപ്പച്ചൻ എന്നോട് പറഞ്ഞു, 24ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി, ചരിത്രം പറയാൻ തുടങ്ങി. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം വന്നപ്പോൾ അപ്പച്ചനോട് പറയാം, മോനെ നീ കേട്ടിട്ടുണ്ടോ? ആമ കേരളത്തിൽ ഒരു ഉപദേശിയും ഭാര്യയും കൂടി ട്രാക്ട് കൊടുത്തു പോകുമ്പോ ആന വിരണ്ടോടി വന്നപ്പോ ആമൻ യേശുവിന്റെ നാമത്തെ മുട്ടുകുത്തിച്ചത് ഞാൻ കേൾക്ക മാത്രമല്ല, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മോനെ, ആ ദൈവദാസനാടാ ഞാൻ. ഞാൻ 100 കണക്കിന് സ്റ്റേജ് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അപ്പച്ചന്റെ ചരിത്രം നേരിക്കണ്ടിട്ടില്ല. 2 മുട്ടും മടക്കി അവൻ ഇരുമ്പൊലക്ക പോലത്തെ കൈയെടുത്ത് തലയിലേക്ക് വെച്ച് പറഞ്ഞു, അപ്പച്ച പ്രാർത്ഥിക്ക്. പിന്നെ എനിക്കറിയേണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു. അപ്പച്ച
വാക്ക് പറയാ മോനെ, അവൻ അത് സംഭവിച്ച എന്നാന്നറിയാമോ? ആന വിരണ്ടു വന്നു. അന്ന് അവൻ എനിക്ക് 28 വയസ്സുണ്ട്. അവൻ ഞാനും വൈഫും കൂടി തിരിച്ചു വരുമ്പോൾ ആന വിരണ്ടു വരുന്നു. ഓടാൻ രക്ഷയില്ല. അപ്പൊ ആരും എന്നോട് പറയുന്നു, നിന്റെ മേലൊരു പുത്രത്വമുണ്ട്, കൽപ്പിക്ക്. അപ്പച്ചൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുക. ആ സെക്കൻഡിൽ അവളെ മുട്ടുമടക്കി. ഈ പക തിരിച്ചറിയണം, അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പുത്രത്വം രണ്ട് കൈയടിച്ച് അന്യഭാഷ പറയാനല്ല. പകരം ഇന്ന് പകൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യ പ്രവർത്തികൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. അവരുടെ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആമേൻ ആമേൻ അഭിഷേകം ഈ പകൽ വർദ്ധിക്കാൻ പോകുകയോ. ഒറ്റ കാര്യം, വിളി, പുത്രത്വം യേശുവിന്റെ മേൽ വ്യാപരിച്ചു. പുത്രത്വം വന്ന മാറുമെന്നേ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മേരിക്കോവർ അമ്മച്ചിയുടെ ഭർത്താവ് ബാബുച്ചാനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവദാസന് ഒരു ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് പാസ്റ്റർ ഒന്ന് കാണണം. അങ്ങനെ മേരിക്കോവർ അമ്മച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അജാനങ്ങ് ഒരു കോച്ചിയുണ്ട്. ഈ കോച്ചിയുടെ അകത്ത് അങ്ങ് വാതിക്കൽ ഇരിക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഭൂതം പിടിച്ചതിനെ കുറച്ച് പേര് വാതിക്കൽ കൊണ്ടുവന്നു, ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ അവിടെ കസേര ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ബാബുച്ചാൻ പറയുക, ആരാ ഗേറ്റിൽ? അപ്പൊ പറഞ്ഞു, ബാബുച്ചായ ഞാനാ. എന്താ കാര്യം? ഒരു ഭൂതം പിടിച്ച സ്ത്രീയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാ. അവളുണ്ടോ? ആരെ കൂടെ ഉണ്ട്. അവളുടെ പേരെന്നാ? മോളിയൊന്നോ ലിസിന്നോ ഏറ്റ പറഞ്ഞേ. അപ്പൊ ബാബുച്ചാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, മോളി അകത്തേക്ക് വാ, മോളിയുടെ കൂടെ ഉള്ളത് പുറത്തോട്ട് പോ. ആ ഗേറ്റിന്റെ അവിടെ ഉരുണ്ട് വീഴുന്നത് കണ്ടു, ഭൂതം വിട്ടുപോയി. മോളി അകത്തോട്ടും പിശാച് പുറത്തോട്ടും പോയി. മനസ്സിലായില്ലല്ലേ? ഇന്ന് പകലെ ചുമ്മാ കൈയടിച്ച് പോകാനല്ല ദൈവം നമ്മെ ഇരുത്തിയത്. നമ്മുടെ അകത്തുള്ള കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എഴുത്തെഴുതി. കൊലോസ്യ ലേഖനം വിജാതിയരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നതാ. വിജാതീയ സഭയിൽ നിന്ന്, വിജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന കൊലോസ്യ സഭയോട് പറയുക, കൊലോസ്യരെ, നിങ്ങൾ എന്ത് വേണേലും കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യോ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ പകൽ ആ ക്രിസ്തു, അവൻ പുത്രത്വം ഈ പകൽ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചു പറ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ മേൽ ദൈവം വെച്ചിട്ടുണ്ട്. Thank you, Jesus. Thank you, Lord. Amen. കാര്യം, പുത്രത്വം എൻ്റെ മേലുണ്ട്. Praise the Lord. Praise the Lord. ഒന്നാമത്തെ പുത്രത്വം യേശു, ആമേൻ, പഴയ നിയമത്തിൽ ആദാമ. രണ്ടാമത്തെ പുത്രത്വം മശിഹാ തമ്പുരാനാ. ഇനിയാണ് ഇതിന്റെ വകഭേദം ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും പുത്രത്വത്തിന്റെ രണ്ട്. മൂന്നാമത്തെ വേദപുസ്തകത്തിലെ പുത്രത്വവും ഈ ലോകത്തിൽ ഏറ്റവും ഇളയ പുത്രനും എന്ന് അവകാശപ്പെടാനുള്ള ഒരൊറ്റ കൂട്ടർ നമ്മളാ. ആമേൻ. ഇനി ഒരു പുത്രത്വം ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. ഈ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒടുവിലത്തെ പുത്രത്വം ആരാണെന്നറിയാമോ? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച ദൈവജനമായ ഞാനും നിങ്ങളുമാണ് ഒടുവിലത്തെ പുത്രത്വം. ഒന്നുകൂടി പറയാ, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുത്രത്വമായി ദൈവം പകർന്നിരിക്കുന്ന സകല അധികാരവും സകല അഭിഷേകവും ദൈവം നമ്മുടെ മേലാണ് പകർന്നിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവജന കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഓക്കെ, സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? വേദപുസ്തക അടിസ്ഥാനത്തിൽ പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ കൃപയിലും
പരിജ്ഞാനത്തിലും വളരണം. കൃപയിലും പരിജ്ഞാനത്തിലും വളരണം. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും മക്കളാ, പക്ഷെ മക്കൾക്ക് എന്തില്ല? വളർച്ചയില്ല. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാ. വളർച്ചയില്ല. പുത്രന്റെ അധികാരം വെളിപ്പെടുത്തണമെങ്കിൽ പുത്രനായിരുന്നിട്ട് കാര്യമില്ല, വളരണം. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ യജമാനൻ സകലത്തിലും അവകാശിയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം യജമാനനേക്കാൾ വിശേഷത ഉള്ളവനല്ല. അപ്പൊ പുത്രനായിരിക്കുന്നതാണ് പ്രശ്നം. ഒരു ദേശം പിടിക്കാൻ പറ്റാത്തത്, ഒരു ദേശമാക്കിയത് നമ്മുടെ കൈവശം വരാത്തത്, ഒരു അത്ഭുത ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തത്, പലയിടത്തും നമ്മൾ ഞെരുങ്ങി പോകുന്നത്, പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നത് ഒരൊറ്റ കാര്യം, പുത്രന്റെ അധികാരത്തിൽ വളരുന്നില്ല. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? ഇന്നൊരൊറ്റ ദൂതുണ്ട്, ഈ കൺവെൻഷന്റെ അവസാന ദിവസം പുത്രൻ വളർന്നേ പറ്റൂ. അതെന്നാ ദൈവദാസനെ അങ്ങനെ പറഞ്ഞ സ്വത്രം. ഇപ്പോഴും ഈ നിപ്പിള് കുപ്പിപ്പാല് ചപ്പിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളും ആളുകളുണ്ട്. ചുമ്മാ ഇപ്പോഴും കാലം എബ്രായ ലേഖനം പറയുന്ന പോലെ ഉപദേഷ്ടക്കന്മാരാകേണ്ട കാലമൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ കുപ്പിപ്പാല് മാത്രം അല്ലേ, കട്ടിയായത് കഴിക്കാൻ നിങ്ങൾക്ക് പോരാ. നിങ്ങൾ ഇപ്പോഴും പാലത്ര സേവിക്കുന്നെന്ന് പൗലോസ് പറയുന്ന പോലെ ഇത് വളർന്നിട്ടില്ല. വളരാത്തതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? വളർന്നില്ലെങ്കിൽ ഒന്നും പിടിക്കാൻ പറ്റില്ല. കണ്ടില്ല കുഴപ്പം, നോക്കിയില്ല കുഴപ്പം, വിളിച്ചില്ല കുഴപ്പം, ഹായ് പറഞ്ഞില്ല കുഴപ്പം. കഴിഞ്ഞ ഏതാനും ആഴ്ചക്ക് മുമ്പ് ഒരാളെ ചർച്ചയിൽ കണ്ടില്ല. ഞാൻ ചോദിച്ചു എന്താ വരാഞ്ഞേ? പുള്ളി പറഞ്ഞു കേൾക്കണോ? പാസ്റ്റർ ബൈക്കിന് പോയപ്പോ ഞാൻ വഴിയിറമ്പിന്ന് കൈ കാണിച്ചു, പാസ്റ്റർ കൈ കാണിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല. ഞാൻ എന്റെ പൊന്നച്ചാ, ആമൻ, കർത്താവ് വരുന്നത് വരെ ആ സഭക്കകത്ത് കയറി പോകരുത്. ഉപദേശി കൈ കാണിക്കാത്തത് കൊണ്ട് അവൻ സഭാഹോളിൽ വരാത്ത വിശ്വാസി, നീ വളർന്നിട്ടില്ല. ഹല്ലേലൂയ. ഉപദേശി അവൻ ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ, കൂടെ താമസിക്കുന്നവർ ആരാധിക്കുന്നവർ ഒരു ഷെയ്ക്കാണ്ട് കൊടുത്തില്ലെങ്കിൽ, ആരാധനക്ക് വെളിപ്പെടാത്ത വരാത്ത വിശ്വാസി വളർച്ച പ്രാപിച്ചിട്ടില്ല. അവനെ കുറിച്ചല്ല അധികാരം കൈമാറുന്നത്. വളർന്നവരുണ്ട്, വളർച്ച പ്രാപിച്ചവരുണ്ട്, വളർച്ചയിൽ അധികാരം പ്രാപിച്ചവരുണ്ട്. അവരുടെ മേൽ പുത്രത്വം വ്യാപരിക്കട്ടെ. വളരണം, വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിക്കണം. ഈ വളരാനായിട്ട് 4 കാര്യം അത്യന്താപേക്ഷിതമാണ്. സാധാരണ നോർമലായിട്ടൊരു മകൻ വളരാൻ 4 കാര്യം വേണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി കമ്പി വാക്യം പോലെ ഞാനങ്ങ് പറഞ്ഞു പോകും. 4 കാര്യം വേണം വളർച്ച പ്രാപിക്കാൻ. ഒരു സാധാരണ നോർമൽ ഒരു ചൈൽഡ് വളരാൻ നല്ല ഫുഡ് വേണം, നല്ല ആഹാരം വേണം, കാറാതിരുന്ന ആഹാരം വേണം. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വോത്രം 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 സ്വോത്രം. 4 വർഷം കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടായ 4 വർഷം വരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കട്ടിയുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം ഈ ഞാഞ്ഞുവോള് പോലത്തെ നൂഡിൽസാണ്. അപ്പോൾ വൈഫ് എന്നാ ചെയ്യുന്നറിയാമോ? ഏതായാലും 2 വെപ്പ് വെക്കണ്ടല്ലോ, അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എനിക്ക് നൂഡിൽസ്. ഞാനാണ് ചർച്ചിൽ ചെന്ന് കസേരപ്പുറത്തിന് നൂഡിൽസ് പോലെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം കഴിച്ച് ഞാൻ ഈ വഴികപ്പരുവത്തിലായി. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. ഈ ഫുഡ് ഭയങ്കര കുഴപ്പമാണ്. ഞങ്ങൾ ഈ ബൈബിൾ കോളേജ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഉപ്പുവാണ് എന്ന് കേൾക്കുമ്പോൾ അകത്തൂടി ഒരു തീയായിരുന്നു. എന്നാന്നറിയോ? രാഴ്ചയും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഉപ്പുവാവ് കഴിച്ചിട്ട് ഇരിക്കുന്ന ദിവസം ഞങ്ങളെല്ലാം ഉറങ്ങും. അപ്പോൾ ഈ ഫുഡിനകത്ത് ഭയങ്കര വിഷയമാണ് അല്ലേ? നല്ല എണ്ണയൊക്കെ അടിച്ച് കയറ്റി ഫുഡും കഴിച്ചിരുന്ന ക്ഷീണമാണ്. നല്ല ആഹാരം കിട്ടിയില്ലെങ്കിൽ
കൊച്ചു വളരില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്ന് വെച്ചാല് എന്നും ബെഥസ്ത കുളവും എന്നും ആമൻ ദാവീദിന്റെ 5 കല്ലും കവണ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൊച്ചങ്ങ് വളരില്ല. കൊച്ചു ഞാഞ്ഞൂള് പരുവത്തിലാകും. എന്നാൽ കൊച്ചു വളരാൻ ഒരൊറ്റ കാര്യം അവൻ ലൂക്കോസ് 4 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അത് മാത്രമല്ല സദൃശവാക്യം 4:21, മകനെ എന്റെ വചനങ്ങൾക്ക് നീ ശ്രദ്ധ തരിക, എന്റെ വചനങ്ങൾക്ക് നീ ചെവി ചായ്ക്കുക, മൊഴി ചായ്ക്കുക. അത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ആ വചനം നിന്റെ ഹൃദയത്തിന് നടുവിൽ നീ സൂക്ഷിക്കണം. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനോ ചൈതന്യവും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നത് തുളച്ചു ചെല്ലുന്നതുമാണ്. യെരമ്യാ പ്രവചനം 5:14 ദൈവത്തിന്റെ വചനം ആമൻ തീ പോലെയും കത്തിക്കുന്നതുമാണ്. യെരമ്യാ പ്രവചനം 23:29 പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. വചനം അകത്ത് കയറിയാൽ നീ കിലുക്കിട്ടം പോലെയാകും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന കൂട്ടത്തിൽ എന്നും വരുന്ന ഒരു ദൈവദാസന കുര്യാക്കോസ് സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറയും, വചനം പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിനകത്ത് ആമൻ ചെറുപയർ ഇട്ടതുപോലെ നിൽക്കണമെന്ന് പറയും. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കുര്യാക്കോസ് സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാ, എടാ വചനം പ്രസംഗിക്കാൻ കയറുമ്പോൾ സ്റ്റീൽ പാത്രത്തിനകത്ത് ആമൻ ഈ ചെറുപയർ ഇടുമ്പോൾ ഉള്ള ശബ്ദമില്ലേ, അതുപോലെ അങ്ങ് നിൽക്കണം എന്ന് പറഞ്ഞ് കുര്യാക്കോസ് സാറ് മേശപ്പുറത്ത് ചാടി കയറിയൊക്കെ ക്ലാസ് എടുക്കും. അതകത്തുനിന്ന് പോയിട്ടില്ല. ഒരൊറ്റ ദൂത പറയാ, കഴിക്കുന്ന ആഹാരം പോലിരിക്കും ഒരു പുത്രത്വത്തിന്റെ അധികാരം വ്യാപരിക്കുന്നത്. ഇന്ന് അവൻ ദൈവവചനം അഭ്യസിക്കുന്ന അഭിഷിക്തന്മാരെ വചനത്തിൽ പോഷിക്ക വചനത്തിൽ ആമൻ ആഴമായി തീരുക. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. വചനത്തിന് സമയം ചെലവഴിക്കണം. ഞാൻ കർത്താവിന്റെ ദാസനെ അറിയാവുന്നതുകൊണ്ട് പറയാ, എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചേ? ഇംഗ്ലീഷ് മീഡിയം പോയിട്ട് സ്കൂളിൽ കുറച്ച് ദിവസം പോയി കണ്ടുവന്നല്ലാതെ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷെ വേദപുസ്തകം വായിക്കണമെന്ന് കൊതി തോന്നി, വായിക്കാൻ തുടങ്ങി. വണ്ടിയൊന്നുമില്ല, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എൻ്റെ റൂമിൽ ഈ പോക്കറ്റിനകത്ത് 10 വചനം, ഞാൻ 2 പോക്കറ്റിൽ 10 വചനം എഴുതി പേപ്പറിൽ എഴുതി പോക്കറ്റിടും. എന്നിട്ട് ലൈൻ ബസ്സിന് ട്രിവാൻഡ്രത്തേക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പേപ്പർ എടുക്കും. എന്നിട്ട് വായിക്കാൻ തുടങ്ങും. അവൻ യോഹന്നാൻ 1:1, അവൻ ലൂക്കോസ് 2:3 പോയി തിരിച്ചു വരുമ്പോൾ 20 വാക്യം കാണാതെ പഠിക്കും. അങ്ങനെ ഓരോ യാത്രയിലും 94 മുതൽ 2022 വരെ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, എൻ്റെ വീട്ടിനകത്ത് ഒരു അവൻ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തു. എന്നിട്ട് 24 മണിക്കൂറും വചനം ടൈപ്പ് ചെയ്തു. എന്നിട്ട് അവൻ മുറിക്കകത്ത് സ്പീക്കർ വെച്ചു. നിയമം എഴുന്നേറ്റ് വരുമ്പോൾ വചനം കേൾക്കോ, നടക്കുമ്പോൾ വചനം കേൾക്കോ, കാറിനകത്ത് അവൻ CD ഇട്ടു, വചനം കേൾക്കാൻ തുടങ്ങി. അതൊന്നും നഷ്ടമായില്ല. 1000ങ്ങളുടെ നടുവിൽ 10,000ങ്ങളുടെ നടുവിൽ ദൈവം നിർത്തിയതിന്റെ ഒരൊറ്റ കാര്യ, മറ്റതെല്ലാം മാറ്റിവെക്ക്, മറ്റതെല്ലാം കൂട്ടി പെട്ടിവെക്ക്, എന്നിട്ട് വചനത്തിൽ ശക്തരായി തീരുക. അവൻ പൗലമേ യോശുവയുടെ ദൈവം പറയുന്നു, ജോഷുവ കാര്യമൊക്കെ കൊള്ളാം, മോശയുടെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോകണ്ട. ഈ വചനം രാപ്പകല് നീ ധ്യാനിച്ചേക്കണം. ഇത് വിട്ട് നീ ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. നീ കൃതാർത്ഥനായി തീരും. ശക്തമായ ശുശ്രൂഷ ചെയ്യണോ, വചനത്തിൽ അടിയുറക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം. ചെന്നാല് എയർപോർട്ടിൽ ചെന്നാൽ അവൻ ബൈബിൾ എടുക്കും, വായിക്കാൻ തുടങ്ങുക. അവൻ എവിടെയെങ്കിലും ചെന്നിരുന്ന് 5 മിനിറ്റ് ആരെങ്കിലും കാത്തിരുന്നാൽ ബൈബിൾ എടുക്കുക. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാനിരുന്നാൽ മൊബൈലിൽ വചനമുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുക. അവൻ ഒരു സമയം നഷ്ടപ്പെടുത്തില്ല. ആത്മാവിൽ ഞാൻ പറയുന്നു, പുത്രത്വത്തിന്റെ 1ാമത്തെ വീട് വളരണോ, വചനം വരണം. ഇനി ഒരു മകൻ വളരാൻ വചനം ആഹാരം കിട്ടിക്കൊണ്ട് മാത്രമായില്ല. ഒരു മനുഷ്യൻ വളരാൻ 2ാമത് വേണ്ടത് വെച്ച് പ്രാണവായുവാ, അല്ലേ? ഓക്സിജൻ. എല്ലാവരും ആഹാരം കഴിച്ചു, ഓക്സിജൻ കിട്ടിയില്ല, എന്നാ ചെയ്യും? ഒരു വിശുദ്ധന്റെ
ഒരു ദൈവ പൈതൽ ഓക്സിജൻ എന്താന്ന് കുറിച്ചു വെച്ചോട്ടോ. പ്രാർത്ഥനയാണ് പ്രാർത്ഥന. ആമേൻ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്ന് ആമേൻ മുടന്തനെ സൗഖ്യമാക്കാൻ പോയതല്ല. ആമേൻ. പത്രോസ് യോഹന്നാനും പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയതാ. ലൂക്കോസിൽ യേശുവിന് ഉണ്ടായിരുന്ന ഒരു പതിവ് പ്രാർത്ഥന അല്ലേ? വെളിപ്പാട് 4 പറയുന്നു, വിശുദ്ധന്റെ ധൂപ പ്രാർത്ഥന എന്ന ധൂപപീഠം സ്വർഗത്തിലേക്ക് പോയി. ഒരൊറ്റ ദൂത പറയാ, നിന്നെ ഒരു മനുഷ്യൻ പരാജയപ്പെടുത്തില്ല. ഉലകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. മുടക്കാൻ നിനക്ക് 2 മുട്ടുണ്ടോ? കൂപ്പാൻ 2 കൈയുണ്ടോ? യേശുവെന്ന് വിളിക്കാൻ ഒരു നാവുണ്ടോ? ഒരൊറ്റ സ്ഥലത്ത് നീ പരാജയപ്പെടില്ല. ശബന സന്ദരാധനാര രേഖലവി സന്ദൽ ഘടാധനാര. ആമേൻ. പണ്ടങ്ങോ ആമൻ ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നൊരു ബുക്ക് ആരാ എഴുതിയെന്ന് എനിക്കറിയില്ല. ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നൊരു ബുക്ക് ഒരുപാട് വർഷം മുമ്പ് വായിച്ചൊരു ബുക്കാണ്. ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു. ആ ബുക്കിലെ 2 വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ പ്രാർത്ഥന ജീവിതം മാറ്റിയത് ആ 2 വരിയാണ്. ആ ബുക്കിന്റെ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ മനുഷ്യനോട് അധികം സംസാരിച്ചാൽ ദൈവത്തോട് അല്പമേ സംസാരിക്കൂ. ദൈവത്തോട് അധികം സംസാരിക്കുന്നവൻ മനുഷ്യനോട് കുറച്ചേ സംസാരിക്കൂ. ദൂത മനസ്സിലായോ? മനുഷ്യനോട് ഒരുപാട് സംസാരിക്കുന്നവൻ ദൈവത്തോട് കുറച്ചേ സംസാരിക്കൂ. ദൈവത്തോട് അധികം സംസാരിക്കുന്നവൻ മനുഷ്യനോട് ഒരുപാട് പറയണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവിടെ വിടുതൽ വ്യാപരിക്കും. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഈ പകൽ ആത്മാവ് ഞാൻ പറയുന്നു, ഒരു ദൈവ പൈതലെ പ്രാണവായു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി 10 മിനിറ്റ് പ്രസംഗം കൊണ്ട് ചർച്ചയിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോയ 10 മിനിറ്റ് തന്നിരിക്കുക. പ്രസംഗിക്കാൻ വില്ലകാരത്തിൽ ചെന്ന് മുമ്പിൽ ചെന്നിരുന്നു. പ്രസംഗിക്കാൻ സങ്കീർത്തന വായന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പ്രസംഗിക്കുന്നതിൻ്റെ പേടി ഓർത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ആ പ്രസംഗം തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ പോയിരുന്നേക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടോ പെന്തക്കോസിൽ? പ്രാർത്ഥിച്ചില്ല, പ്രസംഗിപ്പിക്കില്ലേ? എന്റെ ദൈവദാസൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കാത്ത ദിവസം നിന്നെ പ്രസംഗിക്കാൻ കേറ്റത്തില്ല. പ്രാർത്ഥിക്കാത്ത ദിവസം നീ ദൂത് പറയരുത്. പ്രാർത്ഥിക്കാത്ത ദിവസം നീ പുൽപ്പിറ്റ് കയറരുത്. അതെനിക്കൊരു അനുഗ്രഹമായി. അതെനിക്കൊരു അനുഗ്രഹമായി. എൻ്റെ ജീവിതത്തിൽ അതൊരു മാതൃകയായി. അരമണിക്കൂർ പ്രസംഗിക്കാൻ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ അവൻ എത്ര രാത്രിയിലും എത്ര ഉറങ്ങാത്ത സമയത്ത് അവൻ മടിയില്ല പ്രാർത്ഥിക്കാൻ. ഇന്ന് വളരെ ഒറ്റ ദൂത പറയാ, എന്നെ നിങ്ങളെ ശക്തനാക്കുന്നത്, പുത്രത്വത്തിന്റെ അധികാരം പകരുന്നത്, അവൻ ആ കൂട്ടി അവസാനം വരെ പ്രസംഗിച്ച് നിർത്തുന്ന വാക്ചാതുര്യത്തിലല്ല, പ്രാർത്ഥനയുടെ അഭിഷേകം ഈ പകൽ വ്യാപരിക്കട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. അഭിഷിക്തന്മാരെ, നമ്മുടെ പ്രാർത്ഥന ശക്തിപ്പെടുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാരോട്, അവൻ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരുണ്ടെങ്കിൽ അവരോട് ഒറ്റ ദൂത പറയാ, തമാശ മാറ്റിവെക്ക്, കളി മാറ്റിവെക്ക്, ഫേസ്ബുക്ക് മാറ്റിവെക്ക്, യൂട്യൂബ് മാറ്റിവെക്ക്, ഇൻസ്റ്റാഗ്രാം മാറ്റിവെക്ക്, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്ക്. ഒരു ശക്തിയോ നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല. കർത്താവിൻ്റെ ദാസൻ റെയ്നാഡ് ഭോങ്കെ എറണാകുളത്ത് ആദ്യം വന്നപ്പോൾ ഫയർ കോൺഫറൻസിനകത്ത് വാളണ്ടിയേഴ്സായിട്ട് നിന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ദൈവദാസൻ വന്ന് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ 100 കണക്കിന് ഭൂതം അങ്ങ് ഇളകും. ഈ ഭൂതത്തെയെല്ലാം ഞങ്ങൾ പൊക്കിയെടുത്ത് ഒരു ടെന്റിനകത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ച് സമയത്ത് ഇതിനെ പുറത്താക്കല പരിപാടി. ഒരു ഭൂതം എത്ര ശാസിച്ചിട്ടും പോകുന്നില്ല. ഞങ്ങളെല്ലാവരും മാറി മാറി ശാസിച്ചു. തൊണ്ട പൊട്ടിയതല്ലാതെ, ഒരു കുടം വെള്ളം കുടിച്ച് തീർത്തതല്ലാതെ ഭൂതം പോയില്ല. അവസാനം ഭൂതം വിഷമിച്ചു, ഞങ്ങളും വിഷമിച്ചു. ഈ ഭൂതം നടുക്ക് കിടക്കുന്നു, ഞങ്ങൾ ചുറ്റും കസരിട്ടിരിക്കുക.
അടുത്ത സെക്ഷൻ തുടങ്ങാൻ 2 മണി കഴിഞ്ഞു. ഈ ഭൂതം താഴെ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചാടിയും എഴുന്നേറ്റു, അലറാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്യുന്ന ഇപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചൻ ഒരു തോൾ സഞ്ചിയും തൂക്കിയിട്ട്, കാലി ചെരുപ്പൊന്നുമില്ല, ഒരു ജുബായൊക്കെ ആയിട്ട് ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഈ അപ്പച്ചൻ പതുക്കെ നടന്നു വരിക. നടന്നു വരുന്ന കണ്ടപ്പോഴേ ഈ ഭൂതം പറയുക പോയേക്കാം. അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ടൈറ്റസ് ഉണ്ട്. ഈ അപ്പച്ചൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പോകുവോ? പോകാം. എന്നപ്പോ ആലച്ചു വീണു. നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നാണക്കേട്. ഞങ്ങൾ ഭയങ്കര സൂട്ടൊക്കെ ഇട്ട് ഫുൾ സ്ലീവൊക്കെ അടിച്ച് മറ്റേ ബാഡ്ജൊക്കെ കുത്തി ഫയൽ കോൺഫറൻസിലെ ഭൂതത്തെ പുറത്താക്കാൻ സ്പെഷ്യലിസ്റ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളുടെ തൊണ്ട പൊട്ടിച്ചാത്തതല്ലാതെ ഭൂതം അനങ്ങിയില്ല. ഈ അപ്പച്ചൻ അതല്ല, സത്യം പറഞ്ഞ വീഡിയോ എടുക്കേണ്ടതായിരുന്നു. അപ്പച്ചൻ ഈ ഭൂതത്തെ പുറത്താക്കിയിട്ട് ആ പോയ പോക്ക് ഇന്നും ഓർമ്മയുണ്ട്. പതുക്കെ പോയിട്ട് ആ കസേരയിരുന്നു. ഞങ്ങൾ ചെന്ന് പതുക്കെ ചുറ്റും കൂടി, അപ്പച്ചാ എന്താ അപ്പച്ചാ? അപ്പച്ചനൊരു ഒറ്റ മുണ്ടാ കൊടുത്തിരിക്കുന്നേ, ശ്രദ്ധിച്ചോ കേട്ടോ. ആ മുണ്ട് പതുക്കെ ഒരു സൈഡിങ്ങോട് മാറ്റി ഇവിടെ കാണിച്ചു. ഈ കാൽപാദം തെങ്ങ് കയറുന്ന കണക്കൻ്റെ കാല് പോലെ വീർത്തിരിക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ 2 മണിക്ക് മുട്ടയിലിരിക്കും, എഴുന്നേൽക്കുന്നത് 7 മണിക്കാണ്. അന്നെനിക്ക് മനസ്സിലായി, പ്രസംഗം ശോഭിക്കണോ, പ്രാർത്ഥന മുറി ശക്തമാകണം. ഊടാന സംതൽക്കനാഥനാര ഒരധികാരം വ്യാപരിക്കണോ. ആമേൻ, സ്തോത്ര. ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു ചൈതന്യം വരണം. നമ്മുടെ വാക്കുകളുടെ മേൽ ഒരു ചൈതന്യം വരണം. നാം പറയുന്ന വാക്കിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കണം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് അനുവദിക്കപ്പെട്ട 5 മിനിറ്റ് കൂടിയുണ്ട്. എനിക്ക് 7 ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. 1-ാമത്തിൽ വന്ന് നിൽക്കുന്നു. എങ്കിലും പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. 1 ആഹാരം, 2 പ്രാണവായു, 3 ആഹാരവും കിട്ടി പ്രാണവായും കിട്ടി. മകനങ്ങ് തടിച്ചങ്ങ് കൊഴുക്കും. കൊഴുക്കാതിരിക്കാനേ സർവീസ് വേണം, സർവീസ്, ശുശ്രൂഷ. യേശു പറഞ്ഞ് പകലുള്ളിടത്തോളം കാലം ഞാൻ അഴച്ചവൻ്റെ പ്രവൃത്തി ചെയ്യും. ശുശ്രൂഷ വേണം. ഇനി ആഹാരമുണ്ട്, പ്രാണവായുവുണ്ട്, സർവീസുമുണ്ട്. ഇത് മാത്രം കിട്ടിയുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എക്സസൈസ് വേണ്ടേ? വിശ്രാമം വേണ്ടേ? റെസ്റ്റ് വേണ്ടേ? ഒരഭിഷിക്തന്റെ വിശ്രാമം എന്തെന്ന് ഒരൊറ്റ വാക്ക് വായിക്കണം, സമയത്തിന് ചുരുക്കം കൊണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കണം. എന്താണ് ഒരു ദൈവ പൈതലിന്റെ വിശ്രാമം? ഒരു ദൈവ പൈതലിന്റെ റെസ്റ്റ് എന്താണ്? വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും, അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു സ്വസ്ഥത. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ആ വാക്യം കുറിച്ചിടണം. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അവൻ ഈ ജനത്തോട് അവൻ അന്യഭാഷകളിൽ സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ഒരു ദൈവ പൈതലിന്റെ വിശ്രാമം, ഒരു ദൈവ പൈതലിന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് അവൻ നിസ്സാരമാക്കരുത്. ഭാഷകളിലുള്ള ആരാധനയാണ്. അന്യഭാഷയുള്ള ആരാധന ചെറുതല്ല. അന്യഭാഷയുള്ള ആരാധന ചെറുതല്ല. ഇന്ന് പകൽക്കാല ആരാധിക്കുന്ന ദൈവമക്കളോട്, സ്തുതിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പറയുന്നു, മണിക്കൂറുകൾ മണിക്കൂറുകൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവമക്കളെ, നിങ്ങളുടെ ആത്മാവിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് അവൻ താഴ്മയോടെ ഞാൻ പറയുന്നു, ഇത് എന്റെ റിക്വസ്റ്റ് ആണ്. അവൻ അഭിഷേകം പ്രാപിച്ച, അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ വാഹനം ഓടിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ വാഹനം വീട്ടിലിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പവറാണ്. ഒരു ദൈവജനത്തിന് വിശ്രാമ അന്യഭാഷകളിലുള്ള ആരാധനയാണ്. ഒരു നിമിഷം അഭിഷേകം പ്രാപിച്ച ദൈവജന അന്യഭാഷകളിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, അന്യഭാഷകളിൽ ദൈവത്തോട് എല്ലാവരും അന്യഭാഷകളാൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അന്യഭാഷകളാൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. മടി കാണിക്കല്ലേ. നിങ്ങളുടെ കൂടാരത്തിൽ ഇരുന്ന്, നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് അന്യഭാഷ പ്രാപിച്ച എല്ലാവരും, അന്യഭാഷ പ്രാപിച്ച എല്ലാ ദൈവമക്കളും
Sandalkadala, Hallelujah, Rekenaraba Sandalkadala, Ribanaraba Sandalkadana, Anabasha Bravichella, Devaro, and the Pashagal, Devator Samsarika, Devator Samsarika, Devator Samsarika, Devator Samsarika, Rikanaraba Santana, Udal Katagadana Janara, Rebel Powdabala, Nisaramalla, Nisarabai Kanarida, and the Basha Samsarik in the one, Manishanodalla, Devator, Avan Samsarik in the Avanat Pavil, Marmangalayatre, Postavik in the അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അവൻ പ്ലീസ് അവൻ ഒരു കാരണവശാലോ അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ മടി കാണിക്കരുത്. ഒരു അഭിഷിക്തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയം അവൻ മണിക്കൂറുകൾ അന്യഭാഷയിൽ ആരാധിക്കണം. ചില വാക്കുകളൂടി പറഞ്ഞ് നമ്മളൊന്ന് ദൈവത്തെ ആരാധിക്കും. അതൊരു വിടുതലായി മാറും. ഒന്ന്, ഒരുവൻ വളരാൻ ആഹാരം വേണം. രണ്ട്, പ്രാണവായു വേണം. മൂന്ന്, സർവീസ് വേണം. നാല്, റെസ്റ്റ് വേണം. ഇതെന്താണെന്ന് ചുരുക്കം വാക്കിൽ പറഞ്ഞു. ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് മകനായി. നമ്പർ 2, 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. നല്ല ഭടൻ. ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം. നല്ല ഭടൻ. ദൈവം നമ്മൾ വിളിച്ച 2-ാമത്തെ കോളിംഗ് എന്നാണെന്നറിയാമോ? ഏത് പ്രതിസന്ധിയുടെ നടുവിലും നല്ല ഭടനായി നിൽക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളിയുടെ നടുവിലും, ഏത് ശത്രുവിന്റെ ആരാവാരത്തിന്റെ നടുവിലോ ദൈവം നമ്മെ വിളിച്ച വിളിയുടെ 2-ാമത്തെ പ്രത്യേകത നല്ല ഭടനായിരിക്കാൻ. എത്ര പേര് വിളിച്ചു പറയോ, എന്നെ ദൈവം വിളിച്ചത് ഒരു നല്ല ഭടനായിരിക്കാൻ അല്ല. തോറ്റ് പിന്മാറുന്നവനല്ല, പേടിച്ചു മാറുന്നവനല്ല, പ്രതിസന്ധി കണ്ട്, വെല്ലുവിളി കണ്ട്, മുഴക്കം കണ്ട് മുട്ടുകാലി വിറക്കുന്നവനല്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല ഭടനായി, ഒരു നല്ല യോദ്ധാവായി, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല ഭടനായി വിളിച്ചു ജീസസ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ വിളി മറക്കരുത്. വരട്ടെ, പ്രശ്നം വരട്ടെ, പ്രതിസന്ധി വരട്ടെ. ആമേ. പുനലൂര് കരവാളൂര് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കരവാളൂർ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോ ഒരുത്തൻ ഓടി സ്റ്റേജിൽ വന്നു. കരവാളൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ നോക്കുമ്പോ എന്റെ കഴുത്തിന് കൊണ്ടുവന്ന് ഇവൻ കത്തി വെച്ചേക്കുക. ഇനി ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാൽ ഇവിടെ താഴെയിടും. എനിക്ക് 3/4 മണിക്കൂർ കൂടി പ്രസംഗിക്കാനുണ്ട്. അവൻ എന്താ ചെയ്യും? മുമ്പിലിരിക്കുന്ന അവൻ മീറ്റിംഗുകാർ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും ഒരു ജീവിതമേ ഉള്ളൂ. അത് യേശുവിന് വേണ്ടി ഇറങ്ങിയേ. ഞാൻ പറഞ്ഞു, സഹോദര, 3/4 മണിക്കൂർ കൂടി ഉണ്ട്, അത് പ്രസംഗിച്ചിട്ട് നിർത്തിയേക്കാം. പുള്ളി എന്നെ നോക്കി പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യേ, 3/4 മണിക്കൂർ നീ പ്രസംഗിക്ക്, ഞാൻ മുമ്പിലുണ്ടാകും. പുള്ളി മുമ്പിലിരുന്നു, ഞാൻ 3/4 മണിക്കൂർ പ്രസംഗിച്ചു. അന്നെനിക്ക് മനസ്സിലായി, അവൻ നാം എവിടെ പരാജയപ്പെടുന്നോ അവിടെ പിശാച് പ്രബലമാകാം. നമ്മുടെ വിളിയുടെ 2-ാമത്തെ പ്രത്യേകത, എന്നെ വിളിച്ചത് ഒന്ന് പുത്രത്വത്തിന്റെ വിളിയാണ്. 2-ാമത്തെ വിളിയുടെ പ്രത്യേകത, എന്നെ ഭടനായിട്ടാ ദൈവം വിളിച്ചത്. അവൻ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുക്കണ്ട, ഒന്ന് മുഖത്ത് നോക്കി പറ, എന്നെ വിളിച്ചത്, നിങ്ങളെ വിളിച്ചത് നല്ല ഭടനായിരിക്കാൻ. ഒന്ന് പറഞ്ഞു, മുഖത്ത് നോക്കി എന്ന് പറഞ്ഞേ, കൈ കൊടുക്കണ്ട, സോഷ്യൽ ഡിസ്റ്റൻസ് വേണമല്ലോ. അവന് പറ, എന്റെ വിളി നല്ല ഭടനായി. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നല്ല പഠനം ചെയ്യേണ്ട 3 കാര്യം, നല്ല പഠനം ചെയ്യേണ്ട 3 കാര്യം എഫെസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലുണ്ട്. ആമേൻ. ഓടിച്ചു പറയാം, വായിക്കേണ്ടതാ, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഒരു നല്ല പഠനം ചെയ്യേണ്ട 3 കാര്യം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. എതിർത്തു നിൽക്കണം. എഫെസ്യ ലേഖനം 6:13 ഉറച്ചു നിൽക്കണം. എഫെസ്യ ലേഖനം 6:16 ആ യുദ്ധം എടുത്തുകൊണ്ട് നിൽക്കണം. 2-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗിൽ 2-ാമത്തെ വിളിയുടെ പ്രത്യേകത, എന്നെ ദൈവം വിളിച്ചത് നല്ല ഭടനായിട്ടാണ്. ഭടൻ ചെയ്യേണ്ട 3 കാര്യം: 1, ഉറച്ചു നിൽക്കണം; 2, എതിർത്തു നിൽക്കണം; 3, ആ യുദ്ധം എടുത്തുകൊണ്ട് നിൽക്കണം. പരാജയപ്പെട്ട് നിൽക്കരുത്, പിന്മാറി നിൽക്കരുത്, വിറച്ചു നിൽക്കരുത്. എത്ര പേര് പറയും, എന്നെ വിളിച്ചത് ഒരു നല്ല ഭടനായിട്ടാണ്? ആമേൻ. അടുത്ത വാക്യത്തിൽ വേഗം പറഞ്ഞു വിട്ടേക്കാം. 2:5 3-ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്. 2 തിമോഥെയോസ് 2:5 മല്ല് കെട്ടുന്നവൻ
ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുന്നില്ല. മൂന്നാമത്തെ ബലിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? മല്ലുകെട്ടാണ് ദൈവം വിളിച്ചത്. കുഞ്ഞെ, എന്താണ് മല്ലുകെട്ടുക എന്ന് പറയുന്നത്? ആ മലയാള വാക്കിനകത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ ഒറ്റ വാക്ക് പറയാം. റെസ്ലിംഗ് കണ്ടിട്ടില്ലേ? ഗുസ്തി കണ്ടിട്ടില്ലേ? അവൻ ഗോത്തയിൽ ഇറങ്ങി ഒരുത്തനോട് ഗുസ്തി ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇതിന്റെ പേരാണ് മല്ല് പിടിക്കുക. ഒന്നുകൂടി പറയാം. ഭടൻ യുദ്ധം ചെയ്യുമ്പോൾ കൂട്ടുപടയാളി കാണും കൂടെ യുദ്ധം ചെയ്യാൻ. പക്ഷെ മല്ല് കെട്ടുന്നവന്റെ കൂടെ ഒരൊറ്റ ഒരുത്തം കാണില്ല, ഒറ്റക്ക് നിൽക്കേണ്ടി വരും. പൗലോസ് പറയുന്നു, എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു. പൗലോസ് വീണ്ടും പറയുന്നു, അവസാന പ്രതിവാദത്തിങ്കൽ എനിക്കാരും തുണ നിന്നില്ല, പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്നു. ദാവീദ് പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലോ എന്റെ യഹോവ എന്നെ ചേർത്തുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചത് മല്ലുകെട്ടാൻ. അഭിഷിക്തന്മാരെ, അവൻ ഒറ്റ ദൂത പറയാ. ചിലയിടത്ത് ഒറ്റക്ക് നിൽക്കേണ്ടി വരും, ചിലയിടത്ത് തനിച്ച് നിൽക്കേണ്ടി വരും. പക്ഷെ വീണു പോകരുത്. ആമേൻ. 7-ാം താഴ്വരയിൽ ദാവീദ് ഒറ്റക്ക് നിന്ന പോലെ, യാബോക്കിന്റെ നദിക്കടവിൽ യാക്കോബ് ഒറ്റക്ക് നിന്നതുപോലെ, ഗെത്സമനയുടെ എണ്ണച്ചക്കിന്റെ തോട്ടത്തിന് നടുവിൽ മശിക തമ്പുരാൻ തനിച്ച് നിന്നതുപോലെ, ആമേൻ, ഇരു കള്ളന്മാരുടെ നടുവിൽ ഒറ്റക്ക് എലി എലി ലമ്മ ശബത്താനി എന്ന് പറഞ്ഞ് ഒറ്റക്ക് നിന്ന പോലെ ചിലയിടത്ത് തനിച്ച് നിൽക്കേണ്ടി വരും. പക്ഷെ ഒറ്റ ദൂത പറഞ്ഞ് കൈമാറാ. ഏകനായി മഹാത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ ഒരു നാളെ കൈവിടില്ല, ഉപേക്ഷിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. 1, പുത്രത്വത്തിന്റെ കോളിംഗ്. 2, നല്ല ഭടനായിരിക്കാൻ. 3, മല്ലുകെട്ടാൻ, ഒറ്റക്ക് നിന്ന് പോരാടാൻ. 4-ാമത്തെ കോളിംഗ് 2:6, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അധ്വാനിക്കാനാ വിളിച്ചേ. മടിയന്മാർ ദൈവത്തിന് വേണ്ട. അമേ. നിലം ഉഴുതുകൊണ്ട് നിൽക്കുന്ന ഏലീശയുടെ മേലെ പുതപ്പ് വീണ്, വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ മേലാണ് അപ്പോസ്തലത്വത്തിന് വിളി വന്നേ. വെറുതെ ഇരിക്കുന്നവന് ദൈവത്തിന് വേണ്ട, മടിയന് ദൈവത്തിന് വേണ്ട. മടിയന്റെ കണ്ടത്തിന് അടുത്തുകൂടി പോയപ്പോ ഞാൻ ബുദ്ധി പഠിച്ചെന്ന. ദൈവത്തിന് വേണ്ടത് അധ്വാനിക്കുന്നവനെയാ. കാരണം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. അധ്വാനിക്കുക. 5 ആമേൻ 2:15 വാക്യം. നല്ല വേലക്കാരൻ. നമ്മെ വിളിച്ചതേ നല്ല വേലക്കാരനാകാനാ. 6 സമയമായി തന്ന് അതുകൊണ്ട് നിർത്തിയാണ്. 2:21 മാനപാത്രമാകാൻ. 6-ാമത്തെ ക്രിസ്ത്യൻ കോളിങ് എന്നെ വിളിച്ചതൊരു മാനപാത്രമാകാനാ. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഒരു വീട്ടിൽ അനവധി പാത്രമുണ്ട്. ചിലർ നല്ലതിനും ചില ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു. പക്ഷെ എന്നെയും ദൈവം നിങ്ങളെയും വിളിച്ചത് മാനപാത്രമാകാൻ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറയട്ടെ, ശിംശോനെ ദൈവം വിളിച്ചത് മാനപാത്രമാകാൻ, ജന്മനാൾ വിളിച്ചത് മാനപാത്രമാകാൻ. എന്നാൽ ദലീലയുടെ മടിയിൽ അവൻ തലവെച്ച് കിടന്നുറങ്ങി. അവൻ മാനപാത്രമായി വിളിക്കപ്പെട്ട് ജനിച്ചവൻ ഹീനപാത്രമായി. ശ്രദ്ധിക്കണം കേട്ടോ. ഹീനപാത്രമായ ശിംശോനെ ഗസ്സയിലിട്ട് കണ്ണുകുത്തി പൊട്ടിച്ചു. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അതേ ഗസയിൽ വെച്ച് മേശയിങ്ക ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത ഫിലിപ്പോസ് എത്യോപ്യയിലെ ഫൈനാൻസ് മിനിസ്റ്ററെ സ്നാനപ്പെടുത്തി മാനപാത്രമായി. ഒരു ഗസയിൽ ഒരുത്തൻ ഹീനപാത്രമായപ്പോ മറ്റൊരുത്തൻ അതേ ഗസയിൽ മാനപാത്രമായി. നമ്മെ വിളിച്ചത് ഒരു മാനപാത്രമാകാൻ. അവസാനത്തെ വിളി, 7-ാമത്തെ വിളി 2:24. അവിടെ ഇങ്ങനെ പറയുന്നു, സർവന്റ് ഓഫ് ലോർഡ്, കർത്താവിന്റെ ദാസൻ എന്ന ഒരു പദവി. തിമോത്തിയോസേ, ഈ വിളി നീ മറക്കരുത്. നിന്നെ വിളിച്ച 7 വിളിയുടെ പ്രത്യേകത. 1, പുത്രത്വം. പുത്രൻ വളർന്ന് ഭടനായി. ഭടൻ മല്ലുകെട്ടുന്നവനായി. മല്ലുകെട്ടുന്നവൻ അധ്വാനിക്കുന്നവനായി. അധ്വാനിക്കുന്നവൻ ആമേൻ കർത്താവിന്റെ വേലക്കാരനായി. വേലക്കാരൻ മാനപാത്രമായി. മാനപാത്രം കർത്താവിന്റെ ദാസനായി. നമ്മുടെ വിളി മനസ്സിലാക്കി നമുക്കോടാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ശബന സന്തൽ കരാധനാര
എല്ലാ കണ്ണുകളും അടച്ചേ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതിശക്തമായി അവൻ നമ്മുടെ വിളി എന്തെന്ന് മനസ്സിലാക്കി, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്തെന്ന് മനസ്സിലാക്കി മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ട് ആമേൻ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ കർത്താവേ, ഒരു ഹൈ കോളിംഗ് അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ. ഒരു ചെറിയ വിളിയല്ല, ഒരു വലിയ വിളി ഞങ്ങൾക്ക് തന്നല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ വിളിച്ച വിളി എന്തെന്ന് മനസ്സിലാക്കി മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ. നിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. God bless you. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചായൻ, രാമൻ രാഴ്ചായൻ, ആമൻ, മറ്റെല്ലാ അഭിഷിക്തന്മാരോടും നന്ദി പറയുന്നു. God bless you. ദൈവം അനുഗ്രഹിക്കണം. നമ്മളെ ഒരു നാളും അനാഥനായി വിടത്തില്ലെന്ന് നമുക്ക് വാഗ്ദത്തം തന്ന ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായി നേരെ അടിച്ചുയരുമ്പോൾ